ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അങ്ങനെ ഗൈസ്, നമ്മളിപ്പോഴും കൊല്ലത്താണ് ഉള്ളത്. ഞാനിതാ കൊല്ലത്തുനിന്ന് തിരിച്ച് നാട്ടിലോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ്. ഇവിടെ ഉള്ളവർ വരുമ്പോഴേ പറഞ്ഞിട്ട് എന്താ വെച്ചാൽ ഇഞ്ഞ് കൊല്ലത്തോട്ട് വരുമ്പോൾ ഒരു 4-5 ദിവസം നിൽക്കാനുള്ള ഇതിന് വരണം എന്ന് പറഞ്ഞാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് യാത്ര ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഒരു ദിവസം നിൽക്കണതിൻ്റെ അല്ല കൈസ്. എനിക്ക് നാട്ടിൽ പോയിട്ട് എല്ലാവർക്കും തിരക്കുകളുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഓൾറെഡി ഒരു 6 മാസത്തിൻ്റെ ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്തായിരുന്നു. അതൊന്ന്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയുടെ ഡെലിവറി ഉണ്ട്. അത് ശരിക്കും ഇന്നലെ ആയിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ എന്താക്കി, ഇവിടുത്തെ പ്രോഗ്രാം കാരണം ഞാനത് മാറ്റി വെച്ചു. തിങ്കളാഴ്ചക്ക് വരാമെന്ന് പറഞ്ഞു. കാരണം അത് കുറച്ച് ദിവസമായിട്ട് നമുക്ക് വേറെ വണ്ടിയൊന്നുമില്ല, വേറെ ആൾക്കാർ വണ്ടിയായിട്ടൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നാട്ടിൽ ചെന്നിട്ട് വേറെ വാപ്പാൻ്റെ ആണ്ടിൻ്റെ പരിപാടികൾ അല്ലേ, 2ാമത്തെ കൊല്ലത്തിൻ്റെ ഒക്കെ നല്ല ഓർമ്മ ഉണ്ട് ഗൈസ്. ഇവിടെ ഇതേപോലെ ഒരു കസാലയിൽ ഇരുന്ന് അന്ന് എന്തിനു വന്നാൽ നിൽക്കാന് അതോ ഉറപ്പിച്ചല്ല. ആ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് ഇന്നലെ ഐബു അവിടെ ഇങ്ങനെ ഇരിക്കണ്ടപ്പോൾ എനിക്കത് ആ ഒരു ഐബുവിനും വാപ്പാക്കും ഏകദേശം ഒരേ മോച്ചായാണ് എനിക്കിപ്പോൾ തോന്നുന്നല്ലേ. രണ്ടാളും ചിരിക്കുമ്പോഴും ആ മൂക്കൊക്കെ കറക്റ്റാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഓർമ്മ വന്നീന്. അപ്പോൾ അത് നമുക്ക് അടുത്ത ശനിയാഴ്ച ആക്കിയാലോ. എന്നാൽ ഇവരെയും കൂടി ക്യാപ്പ് നോക്കണം. അതായത് സോഫിയും ചക്കരയും ഓലും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വലിയ പരിപാടിയൊന്നുമില്ല, ഒരു മക്കളൊക്കെ പാടെ ഇരുന്നിട്ടുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനുവിൻ്റെ ഒപ്പം ഇന്ന് നാട്ടിലെത്തും. അപ്പോൾ സിനുവിന് അവിടെ എത്തണം. ഓക്കെ, അപ്പം മൊത്തത്തിൽ തിരക്കാണ്. ഇവിടെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. പെട്ടെന്ന് ഓരോ തിരക്കുകളൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ്. പിന്നെ ഉമ്മ ഞങ്ങളെ കൂടെ വരുന്നില്ല ഗൈസ്. നിങ്ങളെങ്ങനെ വരുന്നേ? ഉമ്മ ട്രെയിനിനാണ് വരുന്നത്. കാരണം നിങ്ങൾക്ക് ശരിക്കും കാറിൽ വന്നാൽ മതിയായിരുന്നു. വലിയ കുഴപ്പമൊന്നും നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ നിർത്തിയിട്ടൊക്കെ പോകുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇനി കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഞാൻ അവിടെ എത്തുമ്പോൾ നിങ്ങളവിടെ എത്തുള്ളൂ. ഇനി കുറച്ചു നേരം കുട്ടികളൊപ്പം ട്രെയിനിൽ കാലൊക്കെ നീട്ടി AC ഇരുന്ന് പോകുന്നോളി. എന്തായാലും ഇവിടുന്ന് വർക്കല വരെ എത്തണമല്ലോ. അതാലോചിക്കുമ്പോൾ കുറച്ചും കൂടി ഇരുന്ന നാട്ടിലേക്ക് എത്തണമെന്ന് ചിന്തിക്കും. അപ്പം നമുക്ക് ട്രെയിനിൽ വന്നൂടെ നിങ്ങൾ ചോദിക്കും. ഗൈസ്, ട്രെയിനിൽ വന്നാലും ഇവിടുന്ന് ഒരു 1.5-1.25 മണിക്കൂർ ഫസ്റ്റ് എന്തായാലും 1 മണിക്കൂർ എന്തായാലും പിന്നെ യാത്ര ചെയ്യണം. അപ്പോൾ പിന്നെ മെല്ലെ അങ്ങനെ യാത്ര ചെയ്ത് പോരാ. കാറിൽ വരുമ്പോൾ എക്സ്പെൻസ് അധികമാണ്, ചിലവ് കൂടുതലാണ്. പെട്രോൾ ആണെന്നുണ്ടെങ്കിലും വഴിച്ചെലവാണെന്നുണ്ടെങ്കിലും ട്രെയിനിൽ കയറി കുത്തിരുന്നാൽ മതി. ഇതങ്ങനെയല്ല. ഇത് നമ്മൾ നിർത്തുന്നിടത്തും ചിലവാണ്, പോകുന്നിടത്തും ചിലവാണ്, മൊത്തത്തിൽ ചിലവാണ്. കാരണം പിന്നെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് പോവുക. പിന്നെ ഡ്രൈവറിൻ്റെ കാര്യം പറ്റ അവതാളത്തിലാവും, ഓൻ പറ്റ പിടുത്തപ്പെടും. ഞാൻ ഇനിയിപ്പോൾ 2-3 ഞാൻ അങ്ങനെ തന്നെ ആവും. മേലും കൈ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിച്ചു എത്തണമല്ലോ. ഓക്കെ, അപ്പം എന്തായാലും ഗൈസ് നമ്മൾ ഇറങ്ങുകയാണ്. ഞാൻ ഇപ്പം ഇറങ്ങി ഒരു വരുമ്പോഴേക്ക് ഇനി കാറിലെ സീറ്റൊക്കെ റെഡിയാക്കാണ്ട് ഒന്ന് വിളിക്ക്. ഞാൻ എന്താ പറയുക, സ്കൂൾ ഇവിടെ പോകാറാകുമ്പോഴേക്കും എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പാല വരെയെങ്കിലും എത്തണം. അപ്പം പിന്നെ വലിയ കുഴപ്പമില്ല. മറ്റേ നിങ്ങൾ ട്രെയിനിലാണ്, നിങ്ങൾക്ക് ഒന്നും അറിയണ്ടേ. ഞാൻ കാറിലല്ലേ. അപ്പം പിന്നെ ഏത് നേരത്തെ ട്രെയിൻ വെച്ചിട്ടാ. ഓക്കെ, അപ്പോൾ ഗൈസ് എനിക്ക് കാർ സീറ്റും കാര്യങ്ങളും റെഡിയാക്കാണ്ട് പോണ വഴിക്ക് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങട്ടോ. കഴിഞ്ഞ പ്രാവശ്യം അമ്മ കൊല്ലത്ത് വന്നപ്പോൾ സോഫിയും മുബാറക്കും പ്രാവശ്യം എല്ലാവരും ഉണ്ടല്ലേ. പരിപാടിയൊക്കെ ഉഷാറായില്ലേ? എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ഒത്തുകൂടി കുറേ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഗിഫ്റ്റൊന്നും നമ്മൾ പൊട്ടിക്കാൻ നിൽക്കുന്നില്ല, നമ്മൾ പോവുകയാണ്. ഓക്കെ, ഉമ്മാൻ്റെ വക ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, സോഫിയുടെ വക ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, നമ്മുടെ വക ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും അലയൊക്കെ കിട്ടിയ മാതിരി പറഞ്ഞു കഴിഞ്ഞാൽ അലയൻ്റെ പരിപാടിയിലൊന്ന് വേറെ ആൾക്കാരെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഓല പരിപാടി കൊണ്ടുവരുമ്പോൾ എന്തായാലും കുറേ ഗിഫ്റ്റുകൾ കിട്ടൂലേ. ഇത് 100 ആളുടെ പരിപാടിയല്ലേ. വന്നിട്ട് 85 ആൾ എന്തായാലും ഉണ്ട്. ചക്ക മാങ്ങ എന്തേ കൊണ്ടുപോകണ്ടോ? അത് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നെ അത് ആര് തിങ്ങനെ എനിക്കെന്തായാലും വേണ്ട. നമ്മളെ പേരയിൽ തന്നെ അത് ഇഷ്ടം പോലെ ചക്ക. വേപ്പിൻ്റെ അല്ലേ, വേപ്പിൻ്റെ ഇല പൊട്ടിക്കണം. ഇതൊക്കെ കറിവേപ്പിൻ്റെ ഇലയാണ്. ആ മുറുക്ക് കണക്ക് വേണ്ടല്ലോ. എന്നാ ആ മുറുക്ക് എടുത്തേക്കരെ. ഞാൻ എന്തായാലും തിന്നൂല, ഓള് തിന്നലുണ്ടാവില്ല. ഉമ്മാക്ക് വേണ്ടി വാങ്ങിയ മുറുക്ക, ഉമ്മാക്കാണെങ്കിൽ പല്ലുമില്ല. അത് വേണ്ട, അത് അമ്മാക്ക് വാങ്ങിയാ.
നമ്മളിറങ്ങണം. എന്നാ ശരി, നിങ്ങൾ ശനിയാഴ്ച വരും. പാപ്പാട് പറയും. ഞാൻ ഇനി വരാം, നിൽക്കാനായിട്ട് വരാം ശനിയാഴ്ച കേട്ടോ. എന്നാ ശരി. നിങ്ങൾ എത്ര മണിക്കാ വരിക? എത്ര മണിക്കാ ട്രെയിന്? 1 മണിക്കാ ട്രെയിന്. അപ്പൊ നിങ്ങൾ വൈകുമെത്താ അല്ലേ? അവിടെ എത്ര ഒറ്റപ്പാലത്ത് എത്ര മണിക്ക് ഇറങ്ങും? 6 മണിക്ക് ഇറങ്ങും. നിങ്ങൾ എത്ര മണിക്ക് എത്തുന്നത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോ 8 മണിക്കല്ലേ പോണു? നിങ്ങള് 10 മണിയാകുമ്പോ രാത്രി 10 മണിയോ? എന്നാ താക്കോലും കൊടുക്ക്. നിങ്ങൾ തറവാട്ടിക്ക് പോയിക്കോളി. ഞാൻ മാക്സിമം ഇതാ പറഞ്ഞത്. അല്ല, പകലാവുകൊണ്ട് തിരക്കുണ്ടാവും. നിങ്ങളെന്നല്ല ഓടി വന്നാൽ ഉണ്ടാവില്ല. രാത്രി പകലെല്ലാം ബ്ലോക്ക് ഉണ്ടാവും. എന്നാ വിടുക. ചായ വേറൊന്നും ഇല്ലട്ടോ എനിക്ക്. എന്നാ ശരി, ഞങ്ങൾ പോട്ടെ. ഇവിടെ എത്തിയെന്നൊന്നൊരു പൊടുത്തല്ല. എന്തായാലും ഒരു 19-60 കിലോമീറ്റർ പോയി. അങ്ങനെ ഒരു കാട്ടിലൂടെ ഉള്ള യാത്രയാണ്. യാത്രയിൽ ഫ്രണ്ട് സീറ്റിലൊന്നും ആരുമില്ല. ഞാൻ ഡ്രൈവർ സീറ്റിൽ ഒരു ഡ്രൈവറിന്റെ പോലെ, ഇപ്പോൾ യൂബർ ഡ്രൈവർ ഉണ്ടാവില്ലേ, അതേപോലെയാണ് ഇപ്പം എൻ്റെ അവസ്ഥ. കാരണം ബാക്കിൽ ഉമ്മയും മക്കളൊക്കെ സൈഡായി. അതായത് ബെഡും പൊതുപ്പൊക്കെ ഇട്ടുങ്ങാണ്ട് സിനു ഒപ്പം ഒന്നും ആലോചിച്ചു. സിനുവിന് പനിയാണ്, നല്ല പനിയാണ്. ഇന്നലെ ഇവിടെ പനി ഉണ്ടായിരുന്നില്ല, ഇന്ന് ഭയങ്കര പനി. എന്നിട്ട് ഓളവിടെ സൈഡായി. അലയോ നീച്ചിട്ട് തന്നെ അല്ല. ഇപ്പൊ കുറച്ചു നേരം ഇവിടെ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് വീണ്ടും ബാക്കിൽ തന്നെ പോയി കിടക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും നമ്മളെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പോകുമ്പോ മന്തി, ബാർബിക്യൂ, അൽഫാം, വരുമ്പോ കഞ്ഞി, ഉപ്പേരി, പയറ്. പനി ഇങ്ങോട്ട് വന്നിട്ടേ തലക്കും വീത ഒരാൾക്ക് പനി. ഞാനിതേപോലെ കുട്ടികൾക്ക് പനി, പയറും കഞ്ഞിയും കൊടുത്തിരിക്കുക. ഇവിടൊക്കെ കഞ്ഞിയും കൊടുത്ത് ഗുളികയും വാങ്ങി ഞങ്ങളിപ്പോൾ പെരുമ്പാവൂർ എത്തിയിട്ടോ ഗൈസ്. പെരുമ്പാവൂര് ഗൈസ് തുള്ളി കളിച്ച് പോയിരുന്ന ആളാ. അപ്പൊ നോക്കിയേക്ക് ഇതെന്താ പറ്റി? എന്ത് അല്ല 100 പനി 100 ഇത് കയറിയാൽ മാറും. സൂചി വെക്കണ്ടാന്ന്. എന്നിട്ട് രാത്രി മണ്ടാനി ചക്കരക്ക് കിട്ടിയ ഗിഫ്റ്റ് കണ്ടിട്ട് സീന് തരാ. കംപ്ലൈന്റ് ഇത് കണ്ട് ചക്കരക്ക് കിട്ടിയ ഗിഫ്റ്റ് കണ്ട് നാത്തും തല കറങ്ങി പോകുന്നു. അല്ല അല്ലേ അതൊക്കെ മമ്മക്ക് എന്താ പറ്റിയേ? എന്താ സൂചിയാണോ? എവിടെ ഇതാ വാവൂന്ന്? എവിടെ വാവൂ? ഇതാ കയ്യില് ഒരു അവ കൊടുത്താ, കയ്യിനൊരു അവ കൊടുത്താ, കയ്യിനൊരു അവ കൊടുക്ക്, ഊതി കൊടുക്ക്. അങ്ങനെ നമ്മൾ സേഫായിട്ട് കൊല്ലത്ത് നിന്ന് നാട്ടിലെത്തിയിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ സീനു ഒന്ന് ഹോസ്പിറ്റലൈസായി. അതായത് നല്ല പനി പിടിച്ച് വരുമ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ പനി. പോകുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. എനിക്ക് തോന്നുന്നു യാത്രാക്ഷീണോ അല്ലെങ്കിൽ എന്താണെന്ന് അറിയില്ല, നല്ല പനിയായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഡോക്ടറെയൊക്കെ കാണിച്ച് ഇഞ്ചക്ഷനൊക്കെ കയറ്റി നമ്മൾ ഏകദേശം വൈകി എത്തുമെന്ന് വിചാരിച്ചു കേട്ടോ. അതായത് ഒരു 10 മണി അല്ലെങ്കിൽ 9 മണിയൊക്കെ എത്തുമെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ കറക്റ്റ് 3:30 എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നാട്ടിൽ ഒറ്റപ്പാലത്തെത്തി. ഓക്കെ, ഉമ്മ ഒരു 6 മണി 6:45 ഉമ്മ ഒറ്റപ്പാലത്ത് ട്രെയിൻ ഇറങ്ങുകയും ചെയ്തു. ഉമ്മയാണ് ആദ്യം ഇറങ്ങാമെന്ന് വിചാരിച്ചത്. പക്ഷേ എന്തോ നമുക്ക് ബ്ലോക്കൊന്നും കാര്യമായിട്ട് കിട്ടാത്തതുകൊണ്ട് നമ്മളാണ് ഫസ്റ്റ് ഇറങ്ങിയത്. എന്നാൽ കുറച്ച് ശേഷം ഒരു 1/4 മണിക്കൂറോളം ഹോസ്പിറ്റലിൽ നമ്മൾ ഇവിടെ വന്ന് നമ്മുടെ ഗോദർശി ഹോസ്പിറ്റലിൽ നിന്നു. അങ്ങനെ യാത്ര എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല. ബാക്കിയുള്ളവർക്കൊക്കെ ലേശം ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും മൊത്തത്തിൽ പരിപാടികളൊക്കെ ഉഷാറായി. നമ്മൾ തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും കൊല്ലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് 2 ദിവസം നിങ്ങൾ കണ്ടില്ലേ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.